ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു റൂം ഫ്രഷ്നർ ഉണ്ടാക്കിയാലോ. റൂം ഫ്രഷ്നറിന് ആവശ്യമായിട്ട് ഉപ്പ് വേണം, പിന്നെ ഒരു കണ്ടെയ്നർ, പിന്നെ ഒരു ഷാമ്പു, പിന്നെ കർപ്പൂരം, ഗ്രാമ്പു, ഒരു ഫ്ലോർ ക്ലീനർ. നമ്മളതിൻ്റെ കണ്ടെയ്നറിൻ്റെ അടപ്പ് നന്നായിട്ട് ഹോളിട്ടിട്ടുണ്ട്. നല്ല വലിയ രീതിയിൽ ഹോളിടണം. അതിനുശേഷം ഉപ്പ് നന്നായിട്ട് അതിനകത്ത് തട്ടിയിടണം. ഈ എടുത്തേക്കുന്ന ഫുള്ള് ഉപ്പ് വേണമെന്നില്ല. നമ്മൾ ഈ കണ്ടെയ്നർ ഏതാണോ എടുക്കുന്നത് അതിൻ്റെ ഒരു പകുതി വരെ മതിയാകും. ഞാനിപ്പോൾ തട്ടിയിട്ടപ്പോൾ തറയിൽ പോയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ റീസൈക്കിൾ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷാമ്പു, ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ ഷാമ്പു ആണ് എടുത്തിരിക്കുന്നത്. ഷാമ്പു തന്നെ വേണമെന്നില്ല. ഇതിന് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കംഫോർട്ടാണ്. തുണി കഴുകാൻ ഉപയോഗിക്കുന്ന കംഫോർട്ടാണ്. അപ്പോൾ അതുകൂടെ ആകുമ്പോൾ കുറച്ചുകൂടെ നല്ല സ്മെല്ലുണ്ടാകും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഷാമ്പു എടുത്തേക്കുന്നത്. ഷാമ്പു നന്നായിട്ട് ഒരു പാക്കറ്റ്, ഒരു ചെറിയ പാക്കറ്റ്, 2 രൂപയുടെ പാക്കറ്റ് ഫുൾ അതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫ്ലോർ ക്ലീനറാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫ്ലോർ ക്ലീനറാണ്. ഫ്ലോർ ക്ലീനർ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്പൂണും അല്ലെങ്കിൽ ആ ഒരു അടപ്പിൻ്റെ പകുതി. ഇപ്പം ഞാനൊരു അടപ്പിൻ്റെ പകുതി ഒരു സ്പൂണിൻ്റെ അളവിലാണ് എടുത്തേക്കുന്നത്. കൂടുതൽ എടുക്കാൻ പാടില്ല. കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടിയിലിട്ടിരിക്കുന്ന ഉപ്പ് അലിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം കുറച്ച് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഗ്രാമ്പൂ ഒരു 4-5 എണ്ണം എടുക്കുക. 4-5 എണ്ണം ഗ്രാമ്പൂ എടുത്ത് ആഡ് ചെയ്യുക. ഗ്രാമ്പൂ ആഡ് ചെയ്തതിന് ശേഷം എൻ്റെ കയ്യിൽ കർപ്പൂരം കുറവായിരുന്നു. അപ്പോൾ കർപ്പൂരം 4 എണ്ണേ ഉള്ളൂ. 4 എണ്ണം ആ കർപ്പൂരം അതിനകത്ത് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ കണ്ടെയ്നർ ക്ലോസ് ചെയ്ത് നന്നായിട്ട് അടച്ച് വെക്കുക. 1-2 മാസത്തേക്ക് ഈ ഫ്രഷ്നെസ് ഉണ്ടായിരിക്കുകയും. ഇത് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ഇടണേ. താങ്ക് യു.